الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين أما بعد اللهم إني أسألك حبك وحب من يحبك وحب عمل يقرب إلى حبك اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدنا علما نافعا. വളരെയധികം ബഹുമാനമുള്ള എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ കുറിച്ചൊരു ലഘു വിവരണം നമുക്ക് ഇന്ന് കാണാം ഇൻഷാ അല്ലാഹ്. ഏറ്റവും സൗന്ദര്യമുള്ള മഹത്തായ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാം എന്ന അതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഒരു സൗന്ദര്യം അല്ലേ, അതായത് സമാധാനം. ഇസ്ലാമിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അതിനെ അടുത്തറിഞ്ഞൊരു യഥാർത്ഥ വിശ്വാസിയുടെ സ്ഥായിയായ അവസ്ഥയാണ് സമാധാനം. അതായത് മറ്റൊരു മതത്തിലും കാണാത്ത എന്താ പറയാ സമാധാനം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മളെ ഹൃദയത്തില് പിന്നെ പേടിയില്ല, സങ്കടമില്ല, വിഷമില്ല, ഒന്നുമില്ലാത്ത, എപ്പോഴും സങ്കടം വന്നാലും പ്രതിസന്ധി വന്നാലും സന്തോഷം വന്നാലും അതിര് കവിയാതെ ഒരു സ്ഥായിയായ അവസ്ഥ. അൽഹംദുലില്ലാ. അപ്പൊ ഇത് ഇസ്ലാമിന്റെ ആഴങ്ങളിൽ പോയിട്ട് അതിന്റെ തീരത്ത് പോലും എത്താതെ അകലെ നിന്ന് ഇസ്ലാമിന്റെ പിന്നെ അതിന്റെ ഇടയിലൊന്ന് തലയിട്ട് നോക്കിയെന്ന ഒരു വിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്നതൊരു എന്തോ ഒരു വലിയൊരു എന്തോ ഒരു ഭീകര ജീവി, അങ്ങനെയൊക്കെയാണ് അവരതിനെ ചിത്രീകരിക്കുന്നത്. അപ്പൊ കാരണം അവർക്ക് അതിനെ അറിയില്ല, അവർ ഇസ്ലാം എന്താണെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല. അവർ പറയുന്നത് അവർ ഇസ്ലാം എല്ലാം അറിഞ്ഞ് പിന്നെ ഖുർആനിലുള്ള ഓരോ ആയത്തുകളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവർക്ക് പറയാൻ കഴിയും. പക്ഷെ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഈ സാഹിത്യ ശക്തികളുടെ നിലനിൽപ്പിന് പലിശ, സ്ത്രീയെ കമ്പോളവൽക്കരിക്കപ്പെടുക, ഇതൊക്കെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പൊ അവർക്ക് അവരെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ കുറച്ച് ബുദ്ധിജീവികൾ എന്ന് അവര് പറയുന്ന ബുദ്ധിയില്ലാത്ത ആളുകളെ പിടിച്ച് അവരെ ഉപയോഗിക്കുകയാണ്. അവർക്ക് ആണെങ്കിൽ ചിന്തിക്കാനുള്ളൊരു കേവല ബുദ്ധിയില്ല. അള്ളാഹു ഖുർആനിലുടനീളം പറയുന്നുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന്. പക്ഷെ അവർക്ക് അതില്ലാത്തത് കൊണ്ട് അവർക്ക് ദൃഷ്ടാന്തം ഒരിക്കലും കിട്ടുകയുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മുസ്ലിമായി ജനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇസ്ലാമിൽ വന്നതിന് ശേഷമാണ് സമാധാനം എന്താണെന്ന് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഇസ്ലാമിൽ വന്ന ആളുകളല്ല. നമ്മളെ ഉമ്മയും ഉപ്പയും നമ്മളെ വല്യപ്പയൊക്കെ മുസ്ലിം ആയതുകൊണ്ട് നമുക്കതില് ആ ജന്മം കൊണ്ട് തന്നെ അതിൽ കയറാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ആ കിട്ടിയ ഇസ്ലാമിന് നമ്മൾ ഒരുപക്ഷെ നമുക്ക് തുടക്കം മുതലൊന്നും നമുക്ക് ആ ഇസ്ലാമിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊന്നും കഴിഞ്ഞിട്ടില്ല, അതിന്റെ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ കിട്ടിയ അവസരം നമ്മൾ മുതലാക്കുക, പരമാവധി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അത് ഹൃദയത്തോട് ചേർത്ത് വെക്കാനും നമ്മൾ ശ്രമിക്കുക. ഇസ്ലാം എന്താണെന്ന് നമ്മളിലൂടെ വേണം പിന്നെ അവിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കാൻ. നമ്മളുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് മനസ്സിലാവണം. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ കുറെ കുട്ടികൾ, ഇപ്പോൾ 100 കുട്ടികളുള്ളതിൽ 100 മുസ്ലിം കുട്ടികളാണ്, ഒരു കുട്ടി മാത്രം ഹിജാബ് ഇട്ട്, നമ്മളൊക്കെ കേട്ടതാണ്. അപ്പൊ ആ ഒരു കുട്ടി മാത്രം ഹിജാബ് ഇട്ട് ബാക്കി 99 കുട്ടികളും ഹിജാബ് ഇടാഞ്ഞാല് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം കാണുന്നവർ മനസ്സിലാക്കുന്നത് ഇസ്ലാമിൽ അങ്ങനെ അതൊരു നിർബന്ധ കാര്യമേ അല്ല. ഹിജാബൊന്നും, നമസ്കാരം, ഹിജാബ് ഇതൊന്നും നിർബന്ധമായൊരു കാര്യമല്ല. ചില ആളുകൾക്ക് വേണമെങ്കിൽ എടുക്കാം എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തിനാ ഒരാൾ മാത്രമായിട്ട് അത് ചെയ്യണത്? അതാണ് ഒരു മുസ്ലിം സഹോദരൻ ചിന്തിക്കാനെ കുറിച്ച്. അതുപോലെ നമുക്കിപ്പോ ഒരു മുസ്ലിമായ ഒരു അയൽവാസി ഉണ്ടെങ്കിൽ അയാളോട് നമുക്ക് ഇസ്ലാം നമ്മൾ എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അതുപോലെ പെരുമാറിയാൽ ആ മുസ്ലിം സഹോദരന് മനസ്സിലാവും ഇസ്ലാം എത്ര സിമ്പിളാണ്, എത്ര മനോഹരമാണ്, മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരു ഭീകര ജീവിയെ അല്ലാന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. വിശ്വാസത്തിലുള്ള സൗന്ദര്യം എന്ന് പറയുമ്പോൾ അതിന്റെ കാതലായ ഭാഗമാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ വാക്കില്ല നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം പ്രശ്നങ്ങൾ വരുമ്പോൾ വേറെ പല കാര്യങ്ങളിലേക്കും പിന്നെ എടുത്തു ചാടുന്നത് നമ്മളെ ക്ഷമയില്ലായ്മയാണ് അവിടെ കാണുന്നത്. തൗഹീദ് ആണ് ഞാൻ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസമുണ്ടെന്ന് പറയാൻ, എന്നിട്ട് പിന്നെ ഒരു പ്രതിസന്ധി ഒരു സങ്കടം വിഷമം വരുമ്പോൾ നമ്മൾ അതിനൊക്കെ മറികടക്കുക. ഏകനായ അള്ളാഹു, ഒരുപാട് ദൈവങ്ങളില്ല, ദൈവത്തിന് പ്രതിപുരുഷന്മാരും ആരുമില്ല, പ്രതിരൂപങ്ങളില്ല, മനുഷ്യര് ഇല്ല, പിന്നെ പ്രകൃതി ശക്തികളും ഇല്ല, ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അതിലൂടെ നമ്മൾ എന്ത് രസമാണ് അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമുള്ള കാര്യമല്ലേ. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അള്ളാഹു നമ്മളെ കണ്ടനാടിയോളം അടുത്ത് നമ്മളോട് ചേർന്ന് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ എന്തിനാ ടെൻഷനാണുള്ളത്? നമുക്ക് എന്തിനാ വേറൊരാള്? നമുക്ക് എന്തിനാ ഒരു ഇടനിലക്കാരന്? ഒന്നിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ നമസ്കാരത്തിന് പള്ളി നമ്മൾ നോക്കും എവിടെയെങ്കിലും പോകുമ്പോൾ, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒരു യാത്രയിൽ, ഏത് യാത്ര, പ്ലെയിനിലാവട്ടെ ബസ്സിലാവട്ടെ ട്രെയിനിലാവട്ടെ ഒക്കെ നമ്മളെ കൂടെ ഇങ്ങനെ നമ്മൾ അള്ളാഹുണ്ട്, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറൊരു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പ്രയാസമാണ് അവർക്ക്. അവർക്ക് തീർച്ചയായും ഒരു പ്രതിരൂപം കിട്ടണം അവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ, അവരുടെ കാര്യങ്ങൾ പറയണമെങ്കിൽ. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും നമുക്ക് ഐസിയുവിന്റെ മുന്നിൽ നിന്ന് നമ്മൾ അള്ളഹാനോട് ആ എവിടെയാണ് ഇരിക്കണം ആ കസേരയിൽ ഇരുന്ന് നമുക്ക് പറയാം, നമുക്ക് അള്ളഹാനോട് ഒരു പ്രതിരൂപം തപ്പി പോകേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടാവിനെ അറിയുക എന്നാണ്. എങ്ങനെയാണ് നമ്മൾ നമ്മളെ സൃഷ്ടാവിനെ അറിയാം? നമ്മളെ സൃഷ്ടാവിനെ അറിയണമെങ്കിൽ നമുക്ക് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നെ എങ്ങനെയൊക്കെ അറിയണം എന്നുള്ളത്, അല്ലെ? അല്ലാതെ നമുക്ക് അള്ളാഹു പറഞ്ഞു തരാത്ത ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് നമ്മളെ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹു ഇങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. അത് ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്? അള്ളാഹു തന്നെയാണ്. അള്ളാഹു ഏഴാൻ ആകാശത്തുണ്ടെന്ന് നമുക്കറിയില്ല, അള്ളാഹു പറഞ്ഞത് വെച്ചാണ് നമ്മൾ അതറിയുന്നത്. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ അറിയാന്നുള്ളത് അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ച് മാത്രം നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുക, അത് അതേപടി ഉൾക്കൊള്ളുക. അതില് സംശയങ്ങള്, അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളിൽ വേണ്ടാത്ത സംശയങ്ങൾ പിന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പല മതങ്ങളിലും ഫിസിക്കൽ ലൈഫും സ്പിരിച്വൽ ലൈഫും രണ്ടാണ്. നമ്മളെ ഇസ്ലാം മതത്തില് എന്ത് രസമാണത്, നമുക്ക് ഫിസിക്കൽ ലൈഫും സ്പിരിച്വൽ ലൈഫും ഒന്നാണ്. നമുക്ക് നമ്മളോട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഇഹലോകത്തെ പരലോകത്തേക്കുള്ള കൃഷിയിടമാക്കാനാണ്. ഇനി നമ്മൾ കൃഷിയിടാക്കുക, നമ്മൾക്ക് പറഞ്ഞു തന്ന ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത് പരലോകമാണ്. നമ്മൾക്ക് 5 വക്ത നമസ്കാരം, ഖുർആൻ പാരായണം, സദക്ക, സക്കാത്ത്, ഹജ്ജ്, ഇത് മാത്രമല്ല, നമ്മൾ ഇത് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇരുന്നോളൂ എന്ന് നമ്മളോട് അള്ളാഹു പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായി? നമ്മൾ ആത്മീയത മാത്രമുള്ള ഒരു ലൗകിക ജീവിതം ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക, അല്ലെ? അങ്ങനെ ഒരു ജീവിതം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നിട്ടില്ല. നമുക്ക് അതോടൊപ്പം നമ്മൾ കുടുംബബന്ധം പുലർത്തണം, അയൽവാസികളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ നോക്കണം, എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ എന്തായി? പരലോകത്തേക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടായി മാറിയത്. നമുക്ക് വഴിയിൽ നിന്ന് ഒരു മുള്ള് നമ്മളെടുത്ത്, നമുക്കിപ്പോ അത് ഇഹലോകത്തെ സംബന്ധിച്ചിടത്തോളം ആ മുള്ള് നമ്മൾ ആ വഴി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പുറത്തെ ആളെ കാൽമുത്തണ്ട ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് സൈഡിലേക്ക് വെച്ച് നല്ല നിയത്ത് വെച്ചുകൊണ്ട് അത് എടുത്ത് സൈഡിലേക്ക് വെച്ചാൽ എന്തായി? അവിടെയും നമുക്ക് ഒരു കൂലി പ്രതിഫലം ലഭിക്കുകയാണ് പരലോകത്ത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അപ്പൊ നമുക്ക് അതുപോലെ രാവിലെ എഴുന്നേറ്റാല് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അടിച്ചോര, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് നിസ്കാരപ്പായിൽ മാത്രം ഇരുത്താൻ കഴിയില്ല. പക്ഷെ ആ ചെയ്യുന്നത് നമ്മൾ നല്ല ഒരു നിയത്ത് വെച്ചാൽ നമുക്ക് അതിൽ പ്രതിഫലം തരികയാണ് അള്ളാഹു. അപ്പൊ നമ്മൾ ഇഹലോകം പരലോകം നമുക്ക് ഒന്നായിട്ട് തന്നെയാണ് നമ്മൾ കൂട്ടി, അത് ഒരു സന്തുലിതമായ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. മറ്റു മതസ്ഥരെ പോലെ ഇഹലോകത്തെ പാടെ ഒഴിവാക്കി പിന്നെ ഈ ആത്മീയത മാത്രം കണ്ടുകൊണ്ട് കുടുംബമില്ല, ആരുമില്ല, അങ്ങനത്തെ ഒരു ജീവിതം ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ ശുഭപ്രതീക്ഷ, നമുക്ക് എന്തൊരു പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും നമ്മൾ അള്ളാഹുവിനെ കൈവിടാതിരിക്കുക. എപ്പോഴും എൻ്റെ ഇതെനിക്ക് എൻ്റെ അള്ളാഹ് തന്നതാണ്, അള്ളാഹുവിന്റെ ഹൈറ് നമ്മൾ പ്രതീക്ഷിക്കുക. എന്ത് തന്നതിലും അതിലൊക്കെ ഹൈറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അള്ളാഹുവിനെ അടുത്ത് അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹിന്റെ മുന്നിൽ പറഞ്ഞ് കരയുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം
വേറെ ഒന്നിലും അയാൾക്ക് കിട്ടൂല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് അയാൾക്ക് 2 പ്രതിഫലം അവിടെ കിട്ടി. അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചു, നല്ല പ്രതിസന്ധി വന്നപ്പോൾ അവിടെ ക്ഷമിച്ചു. അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് തെറ്റ് പറ്റിയാൽ അള്ളാഹു പറയാണ്, എന്നോട് ഞാനില്ലേ നിനക്ക്, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, ഞാൻ നിനക്ക് പുറത്തു തരാം. അള്ളാഹുവാണ് എന്നോട് പറഞ്ഞത്. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന അള്ളാഹു. ഇനി നമ്മളിപ്പോ ഒരു കുട്ടി, നമ്മളോട് തെറ്റ് ചെയ്താൽ നമ്മൾ വടിയെടുത്ത് ആകെ ജഗപോകാക്കും. പക്ഷെ അള്ളാഹു എന്താ നമ്മളോട് പറയുന്നത്, ഞാനില്ലേ നിനക്ക്, നീ എന്തിനാ വിഷമിക്കുന്നത്, നീ എന്തിനാ സങ്കടപ്പെടുന്നത്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹു 7ാം ആകാശത്തു നിന്ന് ഇറങ്ങി വരികയാണ് 1ാം ആകാശത്തേക്ക്. എന്തിനാ വരുന്നത്, ഈ നമ്മളെ അല്ലേ, നമ്മൾ അപ്പൊ എന്തുമാത്രം വിലയാണ് അള്ളാഹു നമുക്ക് കൽപ്പിച്ചിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു 1ാം ആകാശത്തേക്ക് വരുന്നത്. ഇത് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നോട് ചോദിക്ക്, എന്നോട് ആരാണ് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കണുണ്ടോ? അള്ളാഹുവേ, അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ 100 കാരുണ്യമാണ് തന്നതെന്ന് വിശ്വാസം പറയുന്നത്. ആ ഒരു കാരുണ്യം കൊണ്ട് നമ്മളെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് സങ്കടമായി, നമുക്ക് വിഷമായി. കുട്ടി എന്തെങ്കിലും ചോദിച്ചാൽ മേടിച്ചു കൊടുക്കാഞ്ഞാൽ നമുക്ക് സങ്കടമായി. അപ്പോ ആ ബാക്കി 99 കാരുണ്യമുള്ള അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ എങ്ങനെ നമ്മളത് കണക്കാക്കുക? നമുക്കത് കണക്കാക്കാൻ കഴിയുമോ? ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയൂല. നമ്മൾ അറിയണമെന്നില്ല എത്രത്തോളം കാരുണ്യമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നത് എന്ന്. നമുക്കൊരു ദിവസം പിന്നെ ബാത്റൂമിൽ പോകാൻ കഴിയാതിരുന്നാൽ, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിട്ട് നമുക്ക് മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, എന്താ നമ്മളെ അവസ്ഥ? അപ്പൊ അത് അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിനൊക്കെ നമുക്ക് അള്ളാഹു കഴിവ് തന്നത്, നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു തന്നിട്ടെ. അതുപോലെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലുണ്ട്. ആരാധനാ കർമ്മങ്ങളിലുള്ള സൗന്ദര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് 5 വക്ത് നമസ്കാരം അള്ളാഹു തന്നിട്ടുണ്ട്. ആ 5 വക്ത് നമസ്കാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സറിഞ്ഞ് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആണ്, നല്ലൊരു സന്തോഷം വരും. അൽഹംദുലില്ലാ, എനിക്കിന്ന് നന്നായിട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞു. അള്ളാഹു എന്നും അള്ളാഹുവിന് ഇഹ്സാനോടെ ഇഖ്ലാസോടെ നമസ്കരിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുന്നതാകട്ടെ. അപ്പൊ നമ്മൾ ആ നമസ്കരിക്കുന്നത് വഴി നമുക്ക് ആത്മീയമായ ഒരു ശുദ്ധീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ ആ നമസ്കാരത്തിന് ഒന്നെടുക്കുന്നത് വഴി 5 സമയം നമ്മൾ ഒന്നെടുക്കുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ചെറിയ അശുദ്ധി അതും പോയി. പിന്നെ നമ്മൾ ആ നമസ്കാരത്തിന് നമ്മളെ ഡെയിലി റൊട്ടീൻ നമ്മൾ കണക്കാക്കുന്നത്, നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് നമ്മൾ 5 വക്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അതായത് ഇപ്പൊ നമ്മളൊരു ടൂർ പോകുമ്പോൾ നമ്മൾ മിക്കവാറും ആളുകൾ നമുക്ക് സുബഹി നമസ്കരിച്ചിട്ട് പോവാം. സുബഹിന്റെ അതല്ലെങ്കിൽ നമുക്ക് അവിടെ ആ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നമസ്കരിക്കാൻ ഒരു പള്ളിയുണ്ട്, അവിടുന്ന് സുബഹി നമസ്കരിക്കാം. ഇത് നമ്മളൊരു ഡെയിലി റൊട്ടീൻ്റെ ഒരു ടൈം ടേബിൾ ആണത് അല്ലെ. അതുപോലെ നമ്മൾ മഗ്‌രിബിന്റെ മുന്നായിട്ട് വീട്ടിലെത്തണം, അതല്ലെങ്കിൽ ഇശാ നമുക്ക് അവിടുന്ന് നമസ്കരിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ നമുക്ക് ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ജമാഅത്ത് നമസ്കാരം, ഇസ്ലാമിന്റെ ഈക്വാലിറ്റിയാണ് ആ ജമാഅത്ത് നമസ്കാരത്തിൽ കാണുന്നത് അല്ലെ. അതായത് യജമാനനും തൊഴിലാളിയും ഒരേ സഫിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് നമസ്കരിക്കാൻ. ഒരിക്കലും ഒരാൾ പറയില്ല, ബോസ് പറയണില്ല, നീ എന്റെ താഴെ തസ്തികയിലുള്ള ആളല്ലേ, നീ എന്റെ ബാക്കിൽ നിന്നാൽ മതി, ഒരിക്കലും എന്റെ അടുത്ത് നിൽക്കണ്ടെന്ന് പറയണില്ല. ഇസ്ലാമിലെ ഒരു ഈക്വാലിറ്റിയാണ് അവിടെ കാണാൻ കഴിയുന്നത് നമുക്ക്. അതുപോലെ സക്കാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് സാമ്പത്തികമായ ഒരു നീതിയാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ ദാനം കൊടുക്കില്ല. സക്കാത്ത് എന്ന് പറഞ്ഞല്ലേ, നമ്മളെ ആ പാവപ്പെട്ടവന് അള്ളാഹു കൊടുത്ത ഒരു ഇതാണത്, ഒരു അനുഗ്രഹമാണ്. അതായത് ഇത്ര ആൾക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട് ഞാൻ, ആ സമ്പത്തുനിന്ന് ഇത്ര ശതമാനം നിന്റേതാണ്. ആ പാവപ്പെട്ട ദരിദ്രനോട് പറയാണ്. കാരണം അയാൾക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ ദാനമായിട്ട് ഇത് എടുത്തോ, ഔദാര്യായി കൊടുക്കല. നമ്മളിപ്പോ ഒരു 10,000 രൂപ സക്കാത്ത് ഒരാൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ അയാള് എന്തായി, അയാളത് സക്കാത്താണെന്ന് നമ്മൾ പറയാതെ കൊടുത്താൽ എന്തായി, അയാൾ പിന്നെ നമ്മളെ കാണുമ്പോഴൊക്കെ എനിക്ക് 10,000 രൂപ തന്ന ആളാണിത്, ഞാൻ പഞ്ചപുച്ഛം മടക്കി അവിടെ നിൽക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എനിക്ക് അവകാശപ്പെട്ടതാണ്, എന്റെ സക്കാത്താണെന്ന് പറഞ്ഞു തന്നെ കൊടുക്കണം. അതാണ് അവിടുത്തെ രീതി. അല്ലാതെ ഒന്നും ഇണ്ടാതെ സക്കാത്താണ് അപ്പൊ ഇയാൾ എന്തായി തീർച്ചയായും വിചാരിക്കും അത് സദക്കയാണെന്ന്. അപ്പൊ അയാൾക്ക് പിന്നെ ഇയാളെ കാണുമ്പോൾ ഒരു പേടി, ബഹുമാനം, അതൊന്നും ഇസ്ലാമിലില്ല. അതുപോലെ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് വരെ നമ്മള് സമ്പത്ത് ശുദ്ധീകരിക്കപ്പെട്ടാണ്.
ആ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കാണ് അവിടെ അപ്പോഴും നമുക്കാണ് അവിടെ കിട്ടുന്നത് പ്രതിഫലം അല്ലേ. നമ്മൾ അള്ളാഹുവിന്റെ നമ്മൾ ഇസ്ലാം കാര്യം അനുസരിച്ചു, അള്ളാഹു പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് നമ്മൾ സക്കാത്ത് കൊടുത്തു, നമ്മളെ സമ്പത്ത് ഒരു വർഷത്തെ സമ്പത്ത് പിന്നെ ശുദ്ധീകരിക്കപ്പെട്ടു. അയാൾക്ക് എന്താ അയാൾക്ക് അയാളുടെ പിന്നെ പ്രയാസം മാറി കിട്ടിയ ആകാശം. പക്ഷെ നമുക്ക് അത് പരലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ സാമൂഹികമായ ഇത് ധാർമ്മിക ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറയാണ് നീതി എന്ന് പറഞ്ഞത്. എല്ലാവർക്കും ഒരേ നീതിയാണ്. പാവപ്പെട്ടവന് ഒരു നീതി, പണക്കാരന് ഒരു നീതി, അങ്ങനത്തെ ഒരു ഇത് ഇസ്ലാമിലില്ല. എല്ലാവരും ഒരേ വർഗം, ഒരേ കളറുള്ളവൻ, ഞാൻ കളറുള്ളവൻ, ഈ കളറില്ലാത്തവൻ, അതിൻ്റെ ഒരേ ഗോത്രം, എല്ലാ ഗോത്രത്തിനനുസരിച്ചോ കളറിനനുസരിച്ചോ വർഗത്തിനനുസരിച്ചോ ഒന്നും ഇസ്ലാമിൽ ശ്രേഷ്ഠത കൊടുക്കുന്നില്ല. എല്ലാവരും തുല്യരാണ്. പിന്നെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഇസ്ലാം മതം സ്വീകരിക്കാൻ അവർക്ക് പ്രയാസമായി തീർന്ന കാര്യം അതാണ്. അടിമയും ഉടമയും ഒരേപോലെ നിൽക്കുക, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ പല മതങ്ങളിലും അവർണർക്ക് അയിത്തം കൽപ്പിച്ചിരുന്ന കാലഘട്ടത്തിലാണ് പിന്നെ ഇസ്ലാമിന്റെ അടുത്തേക്ക് പിന്നെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കറുത്തവരിൽ കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ ഒട്ടകത്തിന് നോക്കുക അങ്ങനത്തെ ജോലിയായിരുന്നു ഈ ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചാണകത്തിന്റെ മണമൊക്കെ ആയിട്ട് നിസ്ലാസിന്റെ അടുത്തേക്ക് വന്ന് നിസ്ലാസ് ഓടി വന്ന് നിസ്ലാസിനെ കെട്ടിപ്പിടിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ഒരു നമുക്കൊക്കെ അറപ്പ് തോന്നുന്ന ആ ഒരു മണാണല്ലേ ചാണകത്തിന്റെ മണൊക്കെ. നിസ്ലാസ്ലമന്റെ ഒരു പിന്നെ എന്താ പറയാ കാരുണ്യം, ഇസ്ലാമിലുള്ള ഈക്വാലിറ്റി, നീതി, ഇതൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മറ്റ് മതസ്ഥരിൽ ഇസ്ലാമിനെ പിന്നെ വർഗീയമായി പറയുന്ന, നബിസ്വല്ലല്ലാഹു കുറ്റപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ ഇസ്ലാം ഒരു ഭീകര ജീവിയാണെന്ന് പറയുന്ന പല മതസ്ഥരിലും ഇന്നും നീചത്വങ്ങൾ ഉണ്ട്. അവര് പിന്നെ ഇപ്പോ ഒരു ബ്രാഹ്മണന് ഒരു താഴ്ന്ന ജാതിക്കാരന്റെ കല്യാണത്തിന് പോയാൽ അവരവിടുന്ന് സദ്യ കഴിക്കണില്ല, അവര് കഴിക്കൂല. അത് കാരണം അവർക്ക് അയിത്തമാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണത്. മനുഷ്യബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. മാതാപിതാക്കളുള്ള കടമകൾ പരിശുദ്ധ ഖുർആനിൽ പലയിടത്തായി അള്ളാഹു പറയുന്നുണ്ട്. മാതാവിന്റെ കാൽ കീഴിൽ സ്വർഗമുണ്ടെന്നും അവർക്ക് വാർദ്ധക്യമായാൽ അവരെ ഇങ്ങനെയെല്ലാം നമ്മളെ പരിപാലിക്കണം, അവർക്ക് നമ്മളടുത്ത് വന്നാൽ ചേ എന്ന് പോലും പറയരുത്. ഇതെല്ലാം കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ സ്വല്ലല്ലാഹു പറയുന്നുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന്. ഈ അയൽവാസി ആരാണെന്ന് നമ്മോട് പറയുന്നില്ല. അയൽവാസി പിന്നെ വിശ്വാസമുള്ളവനാണോ, മതമുള്ളവനാണോ, ഇല്ലാത്തവനാണോ, അതൊന്നുമില്ല. അയൽവാസിയാണ്, ഒരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. അവിടെ നമ്മൾ അയാൾക്ക് എല്ലാ കടമകളും അതുപോലെ ചെയ്തു കൊടുക്കണം. അയാളുടെ വീട്ടില് അയാൾ ഒറ്റക്കാണെങ്കിൽ, വയസ്സായ ആളാണെങ്കിൽ നമുക്ക് അവിടെ പോയി അവർക്ക് ഹിദ്മത്ത് ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ പല ബാധ്യതകളും അയൽവാസികളോട് നമുക്കുണ്ട്. അയൽവാസികളേക്കുള്ള കടമകൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞു. ഇത് അനന്തരാവകാശം അവർക്ക് കൊടുക്കേണ്ടി വരും, അത്രത്തോളം കടമകൾ അയൽവാസികളോട് നമുക്ക് നമ്മുടെ പരിശുദ്ധ ഇസ്ലാം, ഇത്രയും മനോഹരമായ ഇസ്ലാം അത് നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ സഹജീവികളോടുള്ള കാരുണ്യം,